ഇന്നൽ ഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു പ്രബുദ്ധ സദസ്സിന് മുന്നിൽ അല്പസമയം സംവദിക്കാൻ സാധിച്ചതിന് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് സ്തുതി പറയുകയാണ്. ഒരു വിദ്യാർത്ഥിനി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഇന്നത്തെ പരിപാടിയുടെ പ്രമേയവും പുതുതലമുറയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ എന്നാൽ കുറച്ചൊക്കെ ആശങ്കയോടെ നോക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന വാക്കാണ് പുതുതലമുറ എന്നുള്ളത്, അല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരാറുണ്ട്. ടെക്നോളജി, ഡിജിറ്റലിസം, അല്ലെങ്കിൽ ആഘോഷങ്ങൾ, യാത്രകൾ, വൈബ്, ഫാഷൻ, ട്രെൻഡ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പുതുതലമുറയുമായി ചേർത്ത് വെക്കുന്ന വാക്കുകളാണ്. ഖുർആനും യുവത്വത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. സൂറ അർ-റൂമിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ലഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ലഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഅഫതൻ വശൈബ. നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനത്രേ അല്ലാഹു. പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ശക്തിയുണ്ടാക്കി. അതിന് ശക്തിക്ക് ശേഷം പിന്നീട് വീണ്ടും ബലഹീനതയും വാർദ്ധക്യവും ഉണ്ടാക്കി. ഇവിടെ യുവത്വത്തെ അള്ളാഹു കരുത്തിനോട് ഉപമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കരുത്തുമായി ബന്ധപ്പെടുത്തി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വലമ്മ ബല അശദ്ദ ആതൈനാഹു ഹുക്മൻ വ ഇൽമ. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിന് പക്വത എത്തിയപ്പോൾ അദ്ദേഹത്തിന് നാം അറിവും വിജ്ഞാനവും നൽകി. സൂറ അൽ ഖസസിലും ഇതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അപ്പോൾ കരുത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അറിവും വിജ്ഞാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല യുവത്വത്തെ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും, 5 കാര്യങ്ങൾക്ക് മുന്നേ 5 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞെടുത്ത് വാർദ്ധക്യത്തിന് മുന്നേയുള്ള യുവത്വത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും പരലോകത്ത് ചെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം നൽകേണ്ടത് നമ്മുടെ യുവത്വം നമ്മൾ എന്തിന് ചെലവഴിച്ചു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണ് യുവത്വം എന്നുള്ളതും അതിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും. എന്നാൽ ഇന്നത്തെ പുതുതലമുറയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ഒരുപാട് ആശങ്കകളും അവരുടെ കാര്യത്തിൽ നമ്മൾക്കുണ്ട്, അല്ലേ? ഒന്നെങ്കിൽ അവരുടെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ദീനീ രംഗത്തുള്ള അവരുടെ സജീവതക്കുറവ്, അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ, അല്ലെങ്കിൽ രാഷ്ട്രീയമായുള്ള വിരക്തി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതാണോ അതിനുള്ള പരിഹാരം? അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കൊടുക്കുകയല്ലേ മുതിർന്നവർ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്? അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നാ ജഅൽനാകും ഫിൽ അർളി ഖലീഫ. നിങ്ങളെ ഞാൻ ഭൂമിയിൽ എൻ്റെ ഒരു ഖലീഫയെ നിയോഗിക്കുകയാണ് എന്നും. എന്താണ് ഖലീഫ എന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ ഭൂമിയിൽ നിർവഹിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് ഖലീഫമാർ എന്നത്. നമ്മൾ ഒരുപാട് ഖലീഫമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു രാജാവാകാൻ അല്ലെങ്കിൽ ഒരു ദൗത്യം, അതൊരു ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ ഖലീഫമാരെല്ലാവരും നിർവഹിച്ചിട്ടുള്ളത്. അതേ രൂപത്തിലുള്ള ഒരു ഇസ്ലാഹ് നിർവഹിക്കാനാണ് ഇന്നത്തെ പുതുതലമുറയോട് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം തന്നെ നമ്മൾ ഈ പുതുതലമുറയെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ വീടകങ്ങളിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ കൗമാരപ്രായക്കാരായ നമ്മുടെ മക്കൾ നമുക്കുണ്ടെങ്കിൽ അവർ ഇപ്പോൾ MSMൻ്റെയോ IGMൻ്റെയോ പ്രവർത്തനങ്ങൾക്ക് അവർ വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾക്ക് അവർ വരുന്നില്ല എങ്കിൽ
നമ്മൾ എന്താണ് അവരോട് പറയുക? നിന്നെ ഒന്നിനും കിട്ടുന്നില്ല, ഒരു പരിപാടിക്കും നിന്നെ കാണുന്നില്ല എന്നുള്ള ശകാരിക്കുന്ന രൂപത്തിൽ നമ്മൾ അവരോട് സംവദിക്കാറുണ്ടല്ലോ. ഈ ഒരു സാഹചര്യം കൊണ്ട് അവരുടെ നിലയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നേരെ മറിച്ച് ഇപ്പോൾ അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവരെന്തെങ്കിലും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് 24 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു, ഈ സമയത്ത് ഖുർആൻ ഓതിയോ, പോയി ഖുർആൻ ഓത് എന്നീ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? അവരോട് പറയും. ഇത്തരത്തിൽ ഖുർആൻ നിർബന്ധിച്ച് നമ്മൾ അവരെ കൊണ്ട് കേവലം ഒരു ഖുർആൻ പാരായണത്തിന് നമ്മൾ അവർ നിർബന്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഖുർആൻ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാവുക? അവരുടെ ജീവിതത്തിൻ്റെ നൂറാവാൻ ആ ഒരു ഖുർആൻ പാരായണത്തിന് സാധിക്കുമോ? നേരെ മറിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആനിൻ്റെ ആയത്തുകളെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുന്ന സമയത്ത് വലി റബ്ബിക ഫസ്ബിർ, നീ നിൻ്റെ രക്ഷിതാവിന് വേണ്ടി ക്ഷമിക്ക്, അല്ലെങ്കിൽ ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ്. ഇത്തരത്തിൽ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ, പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ അതിന് ഖുർആൻ നൽകുന്ന ഒരു സൊല്യൂഷൻ എന്താണ് എന്നുള്ള നിലക്ക് അവനക്ക് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ആ ഒരു ആയത്ത് അവൻ ഒരിക്കലും മറക്കുകയില്ല. അതുപോലെ തന്നെ അവൻ എന്തെങ്കിലും ഒരു നന്മ കൈവന്നാൽ, ഒരു ഹൈറ് കൈവന്നാൽ, എന്തെങ്കിലും ഒരു സമ്മാനം ലഭിച്ചാൽ ലൈൻ ഷക്കർത്തും അസീദന്നക്കും, നീ പടച്ചവനോട് ഇതിന് നീ നന്ദിയുള്ളവനായി തീർന്നാൽ അള്ളാഹു അത് നിനക്ക് നിലനിർത്തി തരികയും അത് കൂട്ടി വർദ്ധിപ്പിച്ച് തരികയും എന്ന് നമ്മൾ അവനെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ജീവിതകാലം അത്രയും തനിക്ക് കിട്ടുന്ന ഓരോ നന്മയിലും അവൻ നന്ദിയുള്ളവനായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റവൻ ചെയ്യുകയാണെങ്കിൽ, ആരും അറിയാത്ത തെറ്റുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, നമുക്ക് ലുക്മാൻ അലൈഹിസ്സലാം അവരുടെ മകനെ ഉപദേശിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നീ ഒരു അണുമണി തൂക്കമുള്ള തിന്മ ചെയ്യുകയാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരുമെന്നുള്ള ആ ഒരു താക്കീത്, അതവൻ്റെ ജീവിതത്തിൽ അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഖുർആനിക ആയത്തുകൾ എടുത്തുകൊണ്ട് അവനെ നമുക്ക് തിരുത്താൻ സാധിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ മക്കൾക്ക് ഖുർആൻ ഒരു വഴികാട്ടിയായി അവൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി മാറും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പാഠങ്ങളെ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ മിയർ ക്രിറ്റിസൈസിങ് കൊണ്ട്, അല്ലെങ്കിൽ കേവല കുറ്റപ്പെടുത്തൽ കൊണ്ടോ ശകാരങ്ങൾ കൊണ്ടോ ഒരിക്കലും ഇന്നത്തെ യുവതലമുറയെ നമുക്ക് തിരുത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് സ്റ്റാർട്ട് ഫ്രം യുവർ സെൽഫ്, നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു ജനതയെ അള്ളാഹു മാറ്റുകയില്ല അവർ തങ്ങളിൽ നിന്ന് തന്നെ മാറ്റം കൊണ്ടുവരാതെ. അപ്പോൾ നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എൻ്റെ നമസ്കാരം അതെങ്ങനെയാണ്, എൻ്റെ നോമ്പ് അതെങ്ങനെയാണ്, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, ഞാൻ മറ്റുള്ളവരുമായി ഇടപെടുന്ന എൻ്റെ മാതാപിതാക്കളുമായുള്ള എൻ്റെ ബന്ധം, എൻ്റെ സ്കൂളിൽ ഞാൻ എങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ്, ഒരു തിന്മ വരുമ്പോൾ അതിൽ എൻ്റെ നിലപാട് എന്താണ്. ഇത്തരത്തിൽ ഒരു വ്യക്തിപരമായി എനിക്ക് കുറേ പോരായ്മകളുണ്ട് എങ്കിൽ ആ ഒരു പോരായ്മകളിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ഓരോ പോരായ്മകൾ, നമ്മളെ വീക്ക്നെസ് നമ്മൾ എടുത്തുകൊണ്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് അതിന് ഹാസിബു ഖബല അൻ തുഹാസിബുക്കും, നമ്മൾക്കൊരു വിചാരണ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സ്വയം വിചാരണ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലുള്ള പോരായ്മകളെ ചെറിയ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ സത്യസന്ധതയും അതുപോലെ തന്നെ തഖ്വയുമുള്ള ഒരു നല്ല ജീവിതം ആദ്യം നമുക്കുണ്ടാക്കണം. എന്നാൽ മാത്രമേ ഈ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പുതുതലമുറ എന്ന് പറയുന്നതാണ് നമ്മുടെ നാളത്തെ ഭാവി. തീർച്ചയായും ഈ സമൂഹ നിർമ്മാണത്തിൽ അവർക്ക് കൃത്യവും വ്യക്തവുമായ ഒരു പങ്കുണ്ട്. കാലം തേടുന്ന ഇസ്ലാഹ് നിർവഹിക്കേണ്ടവരാണ് ഈ പുതുതലമുറയിലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ നിന്ന് തുടങ്ങി അതുപോലെ അതിലൂടെ നമ്മുടെ കുടുംബത്തിലൂടെ ഖൂ അൻഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങളുടെ സ്വന്തത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വന്തത്തിൽ നിന്ന് തുടങ്ങി അതോടെ നമ്മുടെ കുടുംബത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് വലിയൊരു ഇസ്ലാഹ് തീർക്കേണ്ട ആളുകളാണ് നമ്മൾ. കാരണം നമ്മൾ ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, നമ്മളെ കോളേജുകൾ, നമ്മുടെ സ്കൂളുകൾ, ഇവിടെ ചർച്ച ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടും മറ്റനേകം ആഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവസ്മരണ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഒരു നബി വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു കാലഘട്ടം വരും, അന്ന്
ഒരു സത്യവിശ്വാസി അവൻ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് കയ്യിൽ കലൽക്കട്ട വെച്ച് ജീവിക്കുന്നത് പോലെയാണ്. അതായത് അത്രയധികം അത് പ്രയാസമായിരിക്കും. ഞാനൊരു മുസ്ലിമാണ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ആളുകൾക്കിടയിൽ ഒരു നാണക്കേട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു കുറവായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇസ്സത്തോടു കൂടി അവൻ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കണമെങ്കിൽ ദൈവസ്മരണ ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും അള്ളാഹുവിലുള്ള ഒരു ഭയം നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ളതാണ്. നമുക്ക് ഈ ദുനിയാവിലും നല്ലത് വേണം, ആഖിറത്തിലും നല്ലത് വേണം. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, നല്ലൊരു ജോലി നേടുക, ഈ സമൂഹത്തിന് നമ്മളെ കഴിവ് കൊണ്ടും നമ്മളെ സമ്പത്ത് കൊണ്ടും നമ്മൾ ചെലവഴിക്കുകയും നല്ല സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ആഖിറത്തിലേക്കും ഒരു തിന്മ കണ്ടാൽ അതിനെ തടുക്കുക, അല്ലേ? അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. ഒരുപാട് നന്മകൾ കൽപ്പിക്കുന്ന ആളുകളായിട്ടും ഒരു തിന്മ കണ്ടാൽ അതിനെ തടുക്കാനും നമ്മുടെ യുവതലമുറയ്ക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നമ്മളെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ അതിനെ വായ കൊണ്ട് പറയണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ ശപിക്കുകയെങ്കിലും വേണം. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കുന്ന വേറൊരു വലിയ ലോകമാണ് ഡിജിറ്റൽ ലോകം എന്നുള്ളത്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ്റുകൾ, അതിന് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള തീർച്ചയായ ബോധം നമുക്കുണ്ടാവണം. നമ്മൾ കാണുന്ന റീലുകൾ, ഷോർട്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈക്കുകൾ, കമൻറ്റുകൾ, ഇത്തരത്തിൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ അതിന് ഓരോന്നിനും നമ്മൾ ഒരു ഷെയർ കൊണ്ട് അതിലൊരു തിന്മയുണ്ട് എങ്കിൽ അത് കാണുന്ന എല്ലാവരും അതിൻ്റെ ഒരു പങ്ക് നമ്മൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്നുള്ളത്. എത്ര സമയം നമ്മൾ അതിൽ ചെലവഴിക്കുന്നു, നമ്മൾ സ്ക്രീൻ ടൈം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ വരെ സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ദിവസത്തിൻ്റെ 1/4 ഭാഗം നമ്മൾ മൊബൈൽ ഫോണിലാണ്. നമ്മൾ ജീവിതത്തിൻ്റെ എത്ര അമൂല്യമായ നിമിഷങ്ങളാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവിടെ എനിക്കൊരു പോരായ്മയുണ്ട് എങ്കിൽ, ഞാൻ കൂടുതൽ മൊബൈൽ ഫോണിനോട് എഡിക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതിൽ സ്ക്രീനിൻ്റെ ലിമിറ്റുകൾ വെക്കുക. ഓരോ ആപ്പുകളും നമ്മൾ കൂടുതലായി എടുക്കുന്ന ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിന് ടൈം ലിമിറ്റ് വെക്കുക. 1/2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ, ഒരു ദിവസത്തിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യില്ല എന്ന ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ കോളേജുകളിൽ കാണുന്ന പ്രയാസങ്ങൾക്ക് നമ്മൾ അവരെ കൈകൊണ്ട് തടുക്കുകയും അതിനെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് തന്നെ അവരോട് കൂടെ ചേരാതെ അവരെ നമ്മുടെ വഴിയിലേക്ക് മാറ്റി നമ്മൾ നല്ല രീതിയിലൊരു മാതൃക സൃഷ്ടിക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അത്തരത്തിൽ വളരെ നല്ല ഒരു പുതുതലമുറ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വളരെ വലിയ ഒരു പങ്കുണ്ട്. ഈ സമൂഹത്തിനും വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ഒരു സ്വയം നമ്മൾ ദൈവസ്മരണയിൽ ഊന്നി നമ്മളെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. ഒരുപാട് പ്രയാസങ്ങൾ, നമ്മൾ കുറ്റപ്പെടുത്തലുകളല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ ഒരു പർപ്പസ് നമ്മളെ ലൈഫിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, ഈ സമൂഹത്തിന് വേണ്ടിയില്ല ഇസ്ലാഹാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ കുറച്ചുകൊണ്ട് ആ വലിയൊരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതിൽ ഒരു സമൂഹമായി അല്ലെങ്കിൽ ഒരു സംഘടനയുടെയൊക്കെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് MSMലും IGMലും ഒക്കെ സജീവമായ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല രീതിയിൽ ഈ ഇസ്ലാഹ് അള്ളാഹുവിൻ്റെ ഖലീഫയായി നിയമിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം ഈ സമൂഹത്തിലുള്ള ആ ഇസ്ലാഹ് നിർവഹിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഇസ്ലാഹ് നിർവഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മാതൃകയായി ജീവിക്കാൻ നമ്മുടെ പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.